പ്രശാന്ത്, നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ NSS ഒക്കെ സർക്കാരിനൊപ്പം എന്ന തരത്തിലുള്ള പ്രതികരണം അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ സാഹചര്യവും നിലപാടും ഒക്കെ സ്വീകരിച്ചു നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോഴും അദ്ദേഹം പ്രതീക്ഷയോടുകൂടി അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകും സർക്കാരിന്റെ ഭാഗത്ത് എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ അങ്ങനെയാണെന്നൊക്കെയുള്ള മറുപടി നൽകുന്നുണ്ട്. അതായത് എല്ലാ തരത്തിലും എന്ത് നിലപാടെടുത്താലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്തു തീരുമാനം എടുത്താലും അത് പൊള്ളുന്നതായിരിക്കും. തീർച്ചയായും ഈ അക്ഷയ, അതായത് സർക്കാർ ഇതിനകത്തൊരു നിലപാട് സ്വീകരിക്കേണ്ടി വരും. ദേവസ്വം വകുപ്പിന് ഇനി കോടതി പറയുകയാണ്, കോടതി ഹർജി പരിഗണിച്ച ശേഷം സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും യുവതീ പ്രവേശ പുനഃപരിശോധനാ ഹർജിയിൽ എന്താണ് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും നിലപാട് എന്ന സത്യവാങ്മൂലം സമർപ്പിക്കാൻ പറഞ്ഞാൽ വിശദമായി തന്നെ സത്യവാങ്മൂലം അത് അനുകൂലിക്കുന്നതോ എതിർക്കുന്നതോ, അതായത് വിധി അനുകൂലിക്കുന്നതോ എതിർക്കുന്നതോ ആയ സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടി വരും. അവിടെയാണ് നിലപാട് മാറ്റം പ്രകടമാകാൻ പോകുന്നത്. അതായത് 2020 ഫെബ്രുവരി മാസം 6-ാം തീയതി ഈ ഹർജി സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ഈ സമയം വിശദമായ വാദം ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെയും അഭിഭാഷകർ അവിടെ നടത്തുകയുണ്ടായി. അന്ന് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും അവിടെ വാദിച്ചത് യുവതീ പ്രവേശ വിധി, അതായത് യുവതികൾക്ക് അവിടെ ശബരിമലയിൽ പ്രവേശനം അനുവദിക്കണം എന്ന നിലപാടിനൊപ്പം അതിനെ പിന്തുണയ്ക്കുന്ന, ആ വിധിയെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു. അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് രാകേഷ് ദ്വിവേദിയാണ്. അന്ന് രാകേഷ് ദ്വിവേദി വാദിച്ച ചില ഭാഗങ്ങൾ ഞാൻ പറയാം. അതായത് യുവതീ പ്രവേശത്തെ അനുകൂലിക്കുന്നു, പുനഃപരിശോധന ഹർജികൾ തള്ളണം എന്നാണ് ദേവസ്വം ബോർഡ് നിലപാട് സ്വീകരിച്ചത്. എല്ലാവർക്കും ക്ഷേത്രപ്രവേശനത്തിന് അധികാരമുണ്ട്, അവകാശമുണ്ട്. ഇക്കാര്യം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എല്ലാ വ്യക്തികൾക്കും മതത്തിൽ തുല്യ അവകാശമുണ്ട്. അയ്യപ്പ വിശ്വാസികൾ പ്രത്യേക വിഭാഗമല്ല എന്നാണ് സുപ്രീം കോടതി വിധിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഭരണഘടനയുടെ ധാർമ്മികത സംബന്ധിച്ച ബെഞ്ചിന്റെ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്നു, അതായത് യുവതീ പ്രവേശത്തെ പിന്തുണയ്ക്കുന്നു എന്നാണ് 2019 എ പത്മകുമാറിന്റെ ഭരണസമിതിക്ക് വേണ്ടി അന്ന് രാകേഷ് ദ്വിവേദി വാദിച്ചത്. ഭരണഘടന എല്ലാ ആചാരങ്ങൾക്കും ഭരണഘടനയ്ക്ക് അനുസൃതമാകണം എന്നതാണ് നിലപാട്. കാലാനുസൃതം പരിഷ്കരണം വേണമെന്ന് ബോർഡ് അന്ന് നിലപാടെടുത്തു. വനിതകൾക്ക് എല്ലാ മേഖലയിലും അവസരമുണ്ടാകണം എന്ന നിലപാടെടുത്തു. സംസ്ഥാന സർക്കാർ വാദിച്ചത് എന്താണ്? അന്ന് ജയദീപ് ഗുപ്തയാണ് അന്ന് വാദിച്ചത്. അന്ന് വിശദമായി പറഞ്ഞത് പുനഃപരിശോധനയ്ക്ക് തക്കതായ പിഴവ് വിധിയില്ല, അതായത് 2018 സുപ്രീം കോടതി വിധിയിൽ, യുവതീ പ്രവേശ വിധിയിൽ പിഴവുകളില്ല എന്നതായിരുന്നു 2020 ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ സർക്കാരിന്റെ നിലപാട്. മാത്രമല്ല, പിഴവുകൾ ഉണ്ടെന്ന് സ്ഥാപിക്കാനായിട്ടില്ല, വിധി പുനഃപരിശോധിക്കാൻ യാതൊരു സാഹചര്യവുമില്ല. അതായത് പൂർണ്ണമായും യുവതീ പ്രവേശ വിധിയെ അന്ന് പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഒന്നാം പിണറായി സർക്കാർ സ്വീകരിച്ചത്. തുല്യതയാണ് വിധിയുടെ അടിസ്ഥാനം എന്ന വാദം. മാത്രമല്ല, ഇത് തൊട്ടുകൂടായ്മയല്ല എന്ന നിലപാട് സ്വീകരിച്ചു. ഭരണഘടനാ ബെഞ്ചിൽ വിധിയിൽ ചില കാര്യങ്ങൾ ജഡ്ജിമാർക്കിടയിൽ സമവായമുണ്ട്, പക്ഷേ അയ്യപ്പ ഭക്തർ പ്രത്യേക ഗണമല്ല എന്ന കാര്യത്തിൽ സമവായമുണ്ട് തുടങ്ങിയ വാദങ്ങൾ. പിന്നെ പൊതുക്ഷേത്രമാണ് ശബരിമല എന്ന വാദം അന്ന് സംസ്ഥാന സർക്കാർ നിരത്തി. അതായത് ഒരു വേർതിരിവ് അവിടെ ആവശ്യമില്ല എന്ന നിലപാടായിരുന്നു. ഭരണഘടനയ്ക്ക് ഇണങ്ങാത്ത ആചാരമാണ്, അത് നിലനിൽക്കരുത് എന്ന അഭിപ്രായം അന്ന് സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു. ആചാരം മൗലിക അവകാശങ്ങൾക്ക് വിധേയമാണെന്നുള്ള എന്ന നിലപാടുണ്ടായിരുന്നു. അത് അന്ന് കോടതിയിൽ ഈ വാദത്തിനെതിരെ ഉന്നയിച്ചതാണ്. തന്ത്രിയുടെ വാദത്തിന്റെ വ്യാഖ്യാനമാണുള്ളത്. അത് തന്ത്രിയുടെ വാദം, അതായത് ഈ പുനഃപരിശോധിക്കണമെന്ന വാദം വ്യാഖ്യാനമാണ്, അതിൽ പുനഃപരിശോധനയ്ക്ക് ഒരു കാരണമല്ല തുടങ്ങിയ ഈ യുവതീ പ്രവേശ വിധിയെ എതിർക്കുന്ന വാദങ്ങളാണ്, വിധിയെ അനുകൂലിക്കുന്നത്. അതായത് യുവതീ പ്രവേശം അവിടെ വേണം എന്ന നിലപാടാണ് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും സ്വീകരിച്ചത്. അതിനുശേഷം ഇപ്പോൾ, അതായത് ഈ 2018 ശേഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ആഘാതമായി അന്ന് സർക്കാരിന്. അതിനുശേഷം പിന്നീട് CPM വീടുകൾ കയറി ഈ ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ നിലപാടുകൾ വിശദീകരിക്കുകയുണ്ടായി. പിന്നീട് ഒന്നാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഈ വിഷയം കെട്ടടങ്ങി. കാരണം ഇത് വിശാല ബെഞ്ചിന് വിട്ടതിന് ശേഷം, ഈ ഭരണഘടനാ ബെഞ്ചിന് വിട്ടതിന് ശേഷം പിന്നീട് കോവിഡായി. പിന്നീട് ആ കേസിനുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഈ വിഷയത്തിൽ ഒരു നിലപാട് പറയേണ്ട ഒരു അവസരം ഉണ്ടായില്ല, ആവശ്യവും വന്നില്ല. പക്ഷേ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ അവസരത്തിലാണ് വീണ്ടും ഇത് സജീവ ചർച്ചയായത്. അപ്പോഴും ഈ നിയമസഭയ്ക്കകത്ത് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞത് എന്താണ്? ഈ ഏറ്റവും ഒടുവിലായി അവിടെ നിൽക്കുന്ന സത്യവാങ്മൂലം അത് UDF സർക്കാരിന്റെ കാലത്തുള്ള സത്യവാങ്മൂലമാണ്. അതായത് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സമർപ്പിച്ച യുവതീ പ്രവേശത്തെ എതിർക്കുന്ന സത്യവാങ്മൂലമാണ് അവിടെ ഉള്ളതെന്നാണ്. മറിച്ച് സത്യവാങ്മൂലം നൽകിയിട്ടില്ല. സൂചിപ്പിച്ച പോലെ ആദ്യഘട്ടത്തിൽ പൂർണ്ണമായിട്ടും ഈ വിധിയെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമായിരുന്നു, നിലപാടായിരുന്നു സംസ്ഥാന സർക്കാരും ഇടതുപക്ഷവും സ്വീകരിച്ചത്. പക്ഷേ പിന്നീട് അത്
അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് കഴിഞ്ഞ അധ്യായമോ അടഞ്ഞ അധ്യായമോ എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടാവുന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ എന്ത് തീരുമാനം സർക്കാർ സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത്.